അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറിവ് നൽകപ്പെട്ടവർ എന്ന് വിശേഷിപ്പിച്ച സത്യവിശ്വാസികൾ അന്ത്യനാളിലെ വിചാരണ വേളയിൽ സത്യനിഷേധികളുടെ നിന്ദ്യാവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ ഒടുവിൽ പറഞ്ഞത്. അതിനുശേഷം ആ സത്യനിഷേധികളുടെ ദൗർഭാഗ്യാവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയുന്നതാണ് 28, 29 ആയത്തുകളിൽ ഇന്ന് നാം പഠിക്കുന്നത്. ധിക്കാരികളായിക്കൊണ്ട് മരിച്ചു പോകേണ്ടി വരുന്നവർ അവരുടെ എല്ലാ അഹന്തയും അഹങ്കാരവും കൈവെടിഞ്ഞുകൊണ്ട് വിനീത വിധേയരായിക്കൊണ്ട് കീഴടങ്ങുകയും തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അള്ളാഹു അവരെ വിടുകയില്ല. അവരുടെ തെറ്റുകൾ അള്ളാഹു അവർക്ക് ബോധ്യപ്പെടുത്തും. അവർക്ക് നരകത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇക്കാര്യമാണ് ഈ 2 ആയത്തുകളിലും പറയുന്നത്. അല്ലദീന തതവഫഹുമുൽ മലായികത്തു, മലക്കുകൾ മരിപ്പിക്കുന്നവർ, ലാലിമി അംഫുസിഹിം, സ്വന്തത്തോട് ധിക്കാരം പ്രവർത്തിച്ചവരായിക്കൊണ്ട്. സത്യനിഷേധികളും ധിക്കാരികളുമായി മരണം വരിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ആയത്തിൽ സത്യനിഷേധികളുടെ ദുരവസ്ഥ പറഞ്ഞല്ലോ. അതിനു മുമ്പ് അന്ത്യനാളിൽ വിശ്വസിക്കാത്ത ബഹുദൈവ വിശ്വാസികളും അഹങ്കാരികളുമായവരെ കുറിച്ചും പറഞ്ഞല്ലോ. അവരെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ലാലിമി അംഫുസിഹിം, സ്വന്തത്തോട് ധിക്കാരം ചെയ്തവർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ ഈ ദുനിയാവിൽ അക്രമം പ്രവർത്തിച്ച് നരകശിക്ഷ ഏറ്റുവാങ്ങുന്നത് സ്വന്തത്തോടുള്ള അക്രമമായിട്ടാണ് ഇവിടെ വിവരിക്കുന്നത്. അറിവ് നൽകപ്പെട്ട സത്യവിശ്വാസികൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതിൻ്റെ ബാക്കിയായിക്കൊണ്ടാണ് ഇത് പറയുന്നത്. സത്യവിശ്വാസികൾ തന്നെ പറയുന്നതാണിത് എന്ന് ദുർബലമായ ഒരഭിപ്രായമുണ്ട്. എന്നാൽ അള്ളാഹു തന്നെ സത്യനിഷേധികളുടെ അന്ത്യനാളിലെ ദുരവസ്ഥയെക്കുറിച്ച് വിവരിക്കുകയാണ് എന്നതാണ് പ്രസക്തമായ അഭിപ്രായം. മലക്കുകൾ മുഖേന അവരെ മരണം പിടികൂടുമ്പോൾ പിന്നെ അവർക്ക് ഈ ദുനിയാവിലെ ജീവിതം തുടരാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ പരലോക ജീവിതത്തിലേക്ക് അവർ അതോടെ പ്രവേശിച്ചു കഴിഞ്ഞു. മലക്കുകൾ അവരെ മരിപ്പിക്കാൻ വേണ്ടി വരുന്നതോടുകൂടി അവർ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ എന്താണ് അവർ ചെയ്യുക? ഫഅൽഖൗ സലമ, അപ്പോൾ അവർ കീഴടങ്ങും. ഫഅൽഖൗ, അപ്പോൾ അവർ ഇട്ടു അല്ലെങ്കിൽ ഇടും. അസ്സലമ, കീഴടങ്ങൽ. അവർ കീഴടങ്ങൽ ഇട്ടു എന്ന് പറഞ്ഞാൽ പരമാവധി കീഴടങ്ങി വിനീത വിധേയരായിക്കൊണ്ട് താണുകേണുകൊണ്ട് അവർ പറയും, മാ കുന്നാ നഅമലു മിൻ സൂഇൻ, ഞങ്ങൾ ഒരു ദോഷവും ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഭൂമിയിൽ അക്രമവും കുഴപ്പവും ഒന്നും ചെയ്തിട്ടില്ല. നുണ പറഞ്ഞ് രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുക. അപ്പോൾ അള്ളാഹു പറയും, ബല, അങ്ങനെയല്ല, നിങ്ങൾ അക്രമം ചെയ്യുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്നല്ലാഹ അലീമുൻ, തീർച്ചയായും അള്ളാഹു അറിയുന്നവനാണ്. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിനെ കുറിച്ച്. കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നും വിടാതെ അള്ളാഹുവിനറിയാം. ഫദ്ഖുലു അബ്വാബ ജഹന്നമ, അതുകൊണ്ട് നരകത്തിൻ്റെ വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്. ഫലബിഇസ മത്വൽ മുതകബ്ബിരീൻ, അഹങ്കാരികൾക്കുള്ള സങ്കേതം എത്ര ദുഷ്ടമാണ്. അഹങ്കാരികൾക്ക് പ്രതിഫലമായി നൽകിയ ഈ നരകം എത്ര മ്ലേച്ഛമായ സങ്കേതമാണ്. ദുഷ്ടരായി ജീവിച്ച ഈ ആളുകൾ വിനീത വിധേയരായിക്കൊണ്ട് കീഴടങ്ങി ഞങ്ങൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഈ സന്ദർഭം, അത് മരണപ്പെടുമ്പോൾ മലക്കുകളോട് കേഴുന്നതാണെന്നും അതല്ല അന്ത്യനാളിലെ വിചാരണ സമയത്തായിരിക്കും അവർ ഇങ്ങനെ പറയുക എന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. രണ്ടായാലും മലക്കുകൾ അവരെ മരിപ്പിക്കാൻ വരുന്നതോടുകൂടി അവർ പരലോക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് കീഴടങ്ങിയതുകൊണ്ടും താണുകേണ അപേക്ഷിച്ചതുകൊണ്ടും കാര്യമില്ല എന്നതുകൊണ്ടും ഏത് സമയത്തായാലും അവരുടെ കീഴടങ്ങൽ സ്വീകരിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായി മരിക്കുവാനും അവൻ്റെ സ്വർഗം നേടുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.